ഒരുപാട് അല്ലെ, ഇനി ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. അപ്പൊ അതിനൊക്കെ മുമ്പ് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അല്ലെ ആ ഒരു 105 കസ്റ്റമറെ ഏപ്രിൽ ആകും ക്രിയേറ്റ് ചെയ്താൽ നിങ്ങളുടെ കാര്യം പിന്നെ വേറെ ലെവലിലേക്ക് അല്ലേ ലൈഫിന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന്. അതോടൊപ്പം ഇനി തിങ്കളാഴ്ച പ്രോഗ്രാം ഇല്ല, റിപ്പബ്ലിക് ഡേ എന്ന് ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടി ഉറപ്പിക്കുകയാണ്. 9 മണിക്ക് പ്രോഗ്രാം തുടങ്ങിയാൽ 6 മണിക്ക് പോവാം. 10 മണിക്ക് പ്രോഗ്രാം തുടങ്ങിയാൽ 7 മണിക്ക് പോവാം. ഓക്കെ, നിങ്ങൾ തീരുമാനിച്ചോ ഏത് വേണം എന്നുള്ളത്. പഠിപ്പിക്കാനുള്ള പഠിപ്പിച്ചിട്ട് ഞങ്ങൾ വിടും. കാരണം ഇനി നിങ്ങളെ പഠിപ്പിച്ച് സെറ്റാക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങളെ 55 ലക്ഷം രൂപ കമ്പനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു തരുന്ന ഉത്തരവാദിത്വം കമ്പനിക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബസ്സിന് വരാതെ, ട്രെയിനിന് വരാതെ മാക്സിമം ആളുകൾ സ്വന്തം വണ്ടിയൊക്കെ എടുത്ത് വന്നാൽ, ടീമായിട്ട് വണ്ടിയൊക്കെ എടുത്ത് വന്നാൽ നിങ്ങൾക്ക് പിന്നെ പോകാനുള്ള ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ആ 55 ലക്ഷം രൂപ ഈ ഒരു വർഷം വാങ്ങുവാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ട് അല്ലെ റെഡി ആയിട്ട് വന്നു. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ, വരുമ്പോ എല്ലാവരുടെ കയ്യിലും 55 ലക്ഷം രൂപയുടെ വിഷൻ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. എന്താ വിഷൻ ക്ലാരിറ്റി? ബിന്ദു ടീച്ചറെ, എന്തായിരുന്നു വിഷൻ ക്ലാരിറ്റി? വിഷൻ എന്താ ടീച്ചറെ? വിഷൻ എന്താ ഈ വർഷത്തെ ടീച്ചറെ വിഷൻ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. 5 കോടി ഈ വർഷത്തെ 55,30,000. 55,30,000. ടീച്ചറെ വിഷൻ ക്ലാരിറ്റി, അതാണ് മറ്റൊന്നാ വേണ്ടത്. എന്താ വിഷൻ ക്ലാരിറ്റി? ഈ പണം കൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് നേടാൻ വേണ്ടി പോണത്? നേടിയിട്ടല്ല ക്ലാരിറ്റി ഉണ്ടാക്കേണ്ടത്, നേടാൻ പോകുന്നതിന് മുമ്പ് ക്ലാരിറ്റി ഉണ്ടാക്കിയാലേ നമുക്ക് ഇതിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നല്ലൊരു A4 പേപ്പറിൽ അവിടെ എഴുതിയിട്ട് ഇത് ഞങ്ങൾക്ക് പേര് എഴുതിയിട്ട് തരണം. നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫോൺ നമ്പർ എഴുതിയിട്ട് ഇത് കമ്പനിക്ക് തരേണ്ടതുണ്ട്. വിഷൻ ക്ലാരിറ്റി നിങ്ങൾ അതെന്തിനാണെന്നറിയോ? ആ പേപ്പർ അല്ലെ ഇത് പ്രപഞ്ച ശക്തി കൈമാറണം. നിങ്ങൾ കൊണ്ടുവരുന്ന പേപ്പർ അല്ലെ ആ പ്രപഞ്ച ശക്തിയോട് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വൃത്തിയായിട്ട് ഭംഗിയായിട്ട് പിക്ചർ ആക്കാൻ പറ്റിയാൽ, വിഷൻ ബോർഡ് ആക്കാൻ പറ്റിയാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. പക്ഷെ പുതിയ ആളുകൾക്ക് വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അത് സീനിയേഴ്സിനോട് ചോദിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ ചെയ്താൽ ബെറ്റർ. ഇല്ലെങ്കിൽ ഒരു A4 പേപ്പറിൽ അത് എഴുതിയിട്ട് നിങ്ങൾ കമ്പനിക്ക് ഇത് കൈമാറണം. പേര് ബിന്ദു, സ്ഥലം ഇന്നത്, എന്റെ ഫോൺ നമ്പർ ഇതാണ്, എന്റെ വിഷൻ ഇതാണ്, എന്റെ വിഷൻ ക്ലാരിറ്റി ഇതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോ 200 പേരടങ്ങുന്ന അല്ലെ 200 പേര് 55 ലക്ഷം രൂപയ്ക്ക് എത്തിക്കാനുള്ള കമ്പനിയുടെ പ്രയാണം നമ്മൾ തുടങ്ങുകയാണ്. 26-ാം തീയതി ജനുവരി റിപ്പബ്ലിക് ഡേ അന്ന് നമ്മൾ തുടങ്ങുന്നു. അപ്പൊ എല്ലാവരും ഒരു കാര്യം കൂടെ പറയുന്നു, വരുമ്പോ നല്ല ഡ്രസ് ഇട്ട്, ഒരു കല്യാണത്തിന് പോകുമ്പോ എങ്ങനെയാണോ അത്രയ്ക്ക് നല്ല ഡ്രസ് ഇട്ട് ആര് കണ്ടാലും പൊളി എന്ന് പറയുന്ന രീതിയിൽ വേണം നമ്മൾ വരാൻ. കാരണം എന്താ, നമ്മള് സമ്പന്നനാവാൻ പഠിക്കാൻ പോവാ. അപ്പോ ലോക്കല് ഡ്രസ് ഇട്ട് വന്നേക്കരുത്. പിന്നെ കയ്യില് പേന, ബുക്ക് കമ്പൽസറി ആണ് അല്ലെ. അപ്പോ ഇപ്പൊ കാണാം, നിങ്ങൾക്ക് ഇപ്പൊ പ്രോഗ്രാമിന് വരുമ്പോ ലിറ്റി അഭിലാഷ്, പിന്നെ റിനി, ഇവരൊക്കെ കാണാം സ്യൂട്ടൊക്കെ ഇട്ട് എന്ത് ഭംഗിയല്ല വരണേ അല്ലെ. ആ രീതിയിൽ ലിൻഡു, ജയശ്രീ, ഞാൻ എല്ലാവരും പേരെടുത്ത് പറയണ്ട, കുറ്റം പറയരുത്, ഇപ്പൊ ഓർമ്മ വന്നാണ് ഞാൻ പറയണത് അല്ലെ. ഇതേപോലെ എന്താണ് സ്റ്റാൻഡേർഡ് രീതിയിൽ ആര് കണ്ടാലും അല്ലെ, നമ്മൾ പറയും ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ആണ്. ആ അട്രാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ അങ്ങനെ ആര് കണ്ടാലും അതൊരു അല്ലെ നമുക്കൊരു സ്റ്റാൻഡേർഡ് തോന്നുന്ന രീതിയിൽ നമ്മൾ വരണം. അത് ജെൻസിന്റെ കാര്യത്തിൽ ഞാൻ പറയുമ്പോൾ പ്രത്യേകിച്ച് ഇൻസൈഡൊക്കെ ചെയ്ത് ഫുൾ സ്ലീവ് ഒക്കെ ഇട്ട് അല്ലെ. ഒരു കാര്യം കൂടെ പറയുന്നു, താടി മീശം വെക്കുന്നവര് അത് ഭംഗിയായിട്ട് വെക്കാം, ഇല്ലാത്തവർ എന്നെ പോലെ ഒന്നും വെക്കരുത്. ക്ലിയർ ആയോ? കുറച്ച് കുറ്റിത്താടിയായിട്ട് വരാൻ പാടില്ല, ഒന്നുമില്ലെങ്കിൽ മുഴുവൻ, ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ. അപ്പോ ഞാൻ ലിറ്റ് കളിയാക്കണ്ട, ഞാൻ വെക്കാത്തത് എന്തുകൊണ്ടാ? ഞാൻ ഇവിടെ വെക്കാത്തത് ഒറ്റ കാര്യമുള്ളൂ, ലോകത്തിലെ 10 സമ്പന്നരെടുത്താൽ ഈ 10 സമ്പന്നർക്കും മീശയും താടിയില്ല. അപ്പൊ ഞാൻ അവിടേക്കാ പോണേ. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തോണ്ട്, എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, വരാടത്തൊന്നും കൊണ്ടല്ല. അങ്ങനെ ആരും വിചാരിക്കാൻ വേണ്ട. ക്ലിയർ ആയല്ലോ? അപ്പൊ ഞാൻ പോണത് ലോക സമ്പന്നരുടെ അടുത്തേക്ക് പോകാനുള്ള ഓട്ടത്തിലാണ്. അപ്പൊ എന്ത് വേണം? ലോക സമ്പന്നരുടെ അടുത്തേക്ക് പോകണമെങ്കിൽ ലിറ്റി അഭിലാഷ് കൊണ്ട് മീശ പഠിപ്പിച്ചോ.
വരട്ടെ. അപ്പൊ കാണാം ബാക്കി കോലം. അപ്പൊ കാണാം ബാക്കി. അപ്പോ ലോകസമ്മ ലിസ്റ്റ് കയറി പറ്റണോ? എഴുതി വെച്ചോ, നോക്കിക്കോ. വേൾഡ് സമ്മർക്ക് ആയിട്ട് എന്തില്ല, മിഷൻ താടില്ലെന്ന്. അവരൊക്കെ ക്ലീശേവാ. അപ്പൊ ആ യാത്രയിൽ പോരണമെങ്കിൽ മുഹമ്മദ് അലിക്ക, അനൂപേ പഠിച്ചോ, ഒന്നും വേണ്ട അവിടെ അല്ലേ. ഇതേമാരെ കൂടെ ഇരിക്കട്ടെ പ്ലെയിൻ ആയിട്ട്. പക്ഷേ ഭാര്യമാര് ഡൈവോഴ്സ് ആക്കാണ്ട് നോക്കണം. നിങ്ങളുടെ കോലം കണ്ടിട്ട് അതും കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ ലിൻഡു? മേബിള് താടി മീശ പഠിച്ച് എങ്ങനെ ഉണ്ടാവും ലിൻഡു? എന്റെ സാറേ ഓർമ്മിപ്പിക്കല്ലേ അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും പറ്റാവുന്നവരൊക്കെ അതൊക്കെ സെറ്റാക്കി വരാം. ലിൻഡു അത് മുഴുവൻ പഠിപ്പിക്കേണ്ട, ക്ലിയർ സെറ്റാക്കിയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് ലെവലൊക്കെ ആക്കിയിട്ട് നമുക്ക് പോണം സെറ്റായിട്ട് അല്ലേ. പിന്നെ പറ്റാവുന്ന ഒരു ടൈ കെട്ടിക്കോന്നേ. എന്തിനാ? നമ്മൾ പഠിക്കല്ലേ സമ്പന്നത അല്ലേ, നമ്മുടെ സമ്പന്നതയിലേക്ക് പോവല്ലേ. ഇനി നമുക്ക് ചെറിയ ചിന്തകളില്ല, വലുത് മാത്രം. ഓക്കെ. അപ്പോ ഒരു കാര്യം കൂടെ ലിൻഡു, പ്രത്യേകിച്ച് ലീഡേഴ്സ് ശ്രദ്ധിക്കുക. ജയശ്രീ, അവിടെ വരുന്നവരുടെ ലിസ്റ്റ് നമുക്ക് ഫുഡ് സെറ്റാക്കാനുണ്ട്. പുതിയ ഹോളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് വരുന്ന ആൾക്കാരുടെ ലിസ്റ്റ് കിട്ടണം. ഫീസ് ആരെയും ഇപ്പൊ വാങ്ങണില്ല. 55 ലക്ഷം കിട്ടിയിട്ട് മാത്രമേ ഇതിലൊക്കെ ഫീസ് മേടിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ആരും ഫീസ് കൊണ്ടുവരരുത് നിർബന്ധിച്ച്. ടീച്ചറെ വേണ്ട. ടീച്ചർ കഴിഞ്ഞ പ്രാവശ്യം സാറേ എത്ര ഫീസ്, ഒരു ഫീസും വേണ്ട, ഹോളിന്റെ വാടകയും വേണ്ട, ഫുഡിന്റെ പൈസ ഒന്നും വേണ്ട. ടീച്ചറെ 55 ലക്ഷം രൂപ കിട്ടിയിട്ട് മാത്രം ഫീസ് തന്നാൽ മതി. ഇപ്പൊ തരരുത്. ടീച്ചർക്ക് എന്താ, ടീച്ചർ ഫീസ് കൊടുത്താൽ പഠിപ്പിക്കാറുള്ളൂ. ടീച്ചർ വെറുതെ ആരും പഠിപ്പിച്ചു കൊടുക്കാറില്ല. എന്താ ടീച്ചറെ? ഉണ്ടാ ഒരു മാസം ശമ്പളം കിട്ടിയിട്ട് സ്കൂളിൽ പോവോ? പിന്നെ പോയത് തന്നെ അല്ലേ. അപ്പൊ അവരൊക്കെ ഫീസ് കൊടുത്തിട്ട് മേടിച്ച് പഠിപ്പിക്കുന്നവരാണ്. പക്ഷെ അവിടെ ജസ്റ്റ് പഠി ഇന്നോവേഷൻ കൊണ്ടുവന്നേക്കാണ്. കാരണം പഠിച്ച് 55 ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് മതി. ടീച്ചർ വേറെ കാര്യം കൂടെ പറഞ്ഞു, 54 ലക്ഷം ഉണ്ടാക്കി വന്നാൽ ഫീസ് തരരുത്. കേട്ടല്ലോ സാറേ? എനിക്ക് 54 ലക്ഷം കിട്ടിയിട്ടുള്ളൂ സാറേ, എത്ര വേണം ഫീസ്? വേണ്ട, ആ വഴിക്ക് വരണ്ട. എത്ര വേണം? 55,30,000. ഈ ഒരു ഫിഗർ നമുക്ക് എത്ര? കേട്ടല്ലോ? എന്നിട്ട് മതി ഫീസ്. അല്ലെങ്കിൽ അപ്പൊ ബിരുദന്മാരെ എന്ത് ചെയ്യും? എല്ലാവരും 54 മേടിച്ചിട്ട് നിർത്തും. ബിരുദന്മാരുണ്ടല്ലോ, ഫീസ് കൊടുക്കണ്ടല്ലോ അല്ലേ. അപ്പൊ 50 അങ്ങനെ എന്തെങ്കിലും ചെയ്തു കുഴപ്പമൊന്നുമില്ല. പക്ഷെ 55 ലക്ഷം മേടിച്ച സീസറുള്ളൂ. സീസറിൽ തരുമല്ലോ, പഠിക്കാലോ. ലിജി പഠിക്കണ്ടേ? ഇനി 55 ലക്ഷം രൂപ കമ്പനിക്ക് തരണം വിചാരിച്ച് നിങ്ങൾക്ക് 55 ലക്ഷം മേടിക്കാതിരിക്കില്ലല്ലോ. ഉണ്ടാ ബിരുദന്മാരുണ്ട്. ആയിക്കോട്ടെ. യെസ്, അത് മേടിച്ചൊരു മാത്രം തന്നാൽ മതി കേട്ടോ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും